സോ നമ്മുടെ SSC സ്റ്റെനോഗ്രാഫർ പോസ്റ്റിൻ്റെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗ്രൂപ്പിൽ പോളൊക്കെ ഇട്ട സമയത്ത് നിരവധി പേര് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാവുന്നതാണ്. നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് ഇതിൻ്റെ ഒരു ഫ്രണ്ട് പേജാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. SSC സ്റ്റെനോഗ്രാഫറിൻ്റെ നമ്മുടെ തന്നെ PDF മെറ്റീരിയലാണ്. സോ ഇതിൽ നിങ്ങൾക്ക് 3 ഭാഗങ്ങളാണ് കേട്ടോ എക്സാമിന് വരിക. ഇതിൽ മാത്സ് ഉണ്ടാവില്ല, 3 ഭാഗങ്ങളെ പരീക്ഷയിലുള്ളൂ. 1 ഇംഗ്ലീഷാണ്, 2 GK ആണ്, 3 ജനറൽ ഇൻ്റലിജൻസ് ആണ്. സോ ഇവിടെ നമ്മൾ 100 ചോദ്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്, ഇവിടെയും 100 ചോദ്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്, ഇവിടെ 200 ചോദ്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ എണ്ണങ്ങൾ കൂടുതലാണ്. മുമ്പോട്ടൊക്കെ സിലബസും കൂടി നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇതാണ് നമ്മുടെ PDF മെറ്റീരിയൽ എന്ന് പറയുന്നത്. സോ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാവുന്നതാണ്. സോ നമ്മളിപ്പം കാണിച്ചതുപോലെ തന്നെ കണ്ടൻസ് നിങ്ങളുടെ സിലബസ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യം തന്നെ നമുക്ക് നേരെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യനിലേക്കാണ് കിടക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. സോ ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ, ഓപ്ഷൻ വരുന്നുണ്ട്. ഓപ്ഷന് ശേഷം ഏതാണ് ആൻസർ എന്നുള്ളത് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്നുള്ളൊരു ഭാഗത്തേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് 200 ചോദ്യങ്ങൾ ഇംഗ്ലീഷിൻ്റെ തയ്യാറാക്കിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 200 ചോദ്യങ്ങൾ ആയി കഴിഞ്ഞാൽ നേരെ താഴേക്ക് പിന്നെ വരുന്നത് ജനറൽ അവയർനെസ് ആണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പൊളിറ്റിയൊക്കെ തീർച്ചയായിട്ടും ചോദിക്കും. പൊളിറ്റി എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓരോന്നായിട്ട് കാണിച്ചത്, അതായത് ചോദ്യങ്ങൾ വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഇതിൻ്റെയും അതിൻ്റെയും ചോദ്യങ്ങൾ, ജനറൽ ഇൻ്റലിജൻസ് അതുപോലെ ജനറൽ നോളജ്, അതിൻ്റെയും ചോദ്യങ്ങൾ ഇതിൽ ആഡ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ ഇതാണ് സിലബസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജനറൽ ഇൻ്റലിജൻസ് അവിടെ 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്, ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ചിട്ട് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക് ആ ഒരു രീതിയിലാണ് വരുന്നത്. സോ ഇതിൽ 100 ചോദ്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. 50 ചോദ്യമുള്ളതിനൊക്കെ 100 ചോദ്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 100 ചോദ്യങ്ങളാണ് ഇവിടെ ഇംഗ്ലീഷിന് വരുന്നത്. അവിടെ 200 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ അവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. സോ ഇതിൻ്റെ സിലബസ് ആണ്. ഇതും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ ലഭിക്കുന്നതായിരിക്കും. സോ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 2 രീതികൾ ഉപയോഗിക്കാവുന്നതാണ്. 2 മെത്തേഡ്സ് യൂസ് ചെയ്യാൻ സാധിക്കും. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ടീമിന് ഡയറക്റ്റ് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ടീമിൻ്റെ നമ്പർ നേരത്തായ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഒരു ലിങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടീമിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. ഇതാണ് ടീമിൻ്റെ നമ്പർ. ഈ നമ്പർ നേരത്തെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ഒരു ലിങ്കാണ്, അതിൽ ക്ലിക്ക് ചെയ്ത് നേരെ വാട്സപ്പിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. എല്ലാന്നാണെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ഈ സ്റ്റോർ കണ്ടോ, ഇതിലൂടെ നിങ്ങൾക്ക് വളരെ അനായാസമായിട്ട് വാങ്ങാം. ആദ്യം ഇവിടെ മെയിൽ കൊടുക്കുക, പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഇവിടെ ബൈ നൗ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഗൂഗിൾ പേ ത്രൂവോ അല്ലെങ്കിൽ നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ ടീം വഴി വാങ്ങുന്നവരാണെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. അതിൽ 121 121 രൂപ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അതിൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി, വാട്സപ്പ് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. ഇതിലൂടെ വാങ്ങുകയാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇവിടെ തന്നെ ബൈ നൗ എന്നുള്ള ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത ഉടനെ തന്നെ ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതായിരിക്കും. സോ ഇത് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള PDF മെറ്റീരിയലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുള്ളത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് പരീക്ഷയിൽ ഉപകാരപ്പെടുന്നതായിരിക്കും. സോ ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളും ഇതുപോലെ കൃത്യമായിട്ട് മെറ്റീരിയൽ ആണെങ്കിലും അതുപോലെ തന്നെ ബാക്കിയുള്ള നോട്ടിഫിക്കേഷൻ, ബാക്കിയുള്ള അപ്ഡേറ്റ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും.